ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വെരി ഷോർട്ട് വ്ളോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടിക്ക് തൊട്ടടുത്തുള്ള ദൊഡ്ഡപേട്ടി എന്ന സ്ഥലം. അവിടെയുള്ള ഹോട്ടൽ വിസ്ത സ്യൂട്ട്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ രാവിലെ ഒരു 4:50 ഒക്കെ ആയപ്പോൾ കോഴിക്കോട് നിന്ന് ഇറങ്ങി. ഒരു അധിക സമയം വേണ്ട, ഒരു 4 to 5 hours നമ്മൾ ഊട്ടിയിലെത്തും. ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഗൂഡല്ലൂർ 9:30 ആയപ്പോൾ വി റീച്ച്ഡ് ഊട്ടി. ആൻഡ് ഊട്ടിയൊക്കെ വളരെ ഷോർട്ട് ഒരു ട്രിപ്പാണ്, 2 days. ശനിയാഴ്ച രാവിലെ പോയിട്ട് ഞായറാഴ്ച ഈവനിങ് നമ്മൾ തിരിച്ചെത്തും. ആൻഡ് വെരി ഷോർട്ട് വ്ളോഗ്. ആൻഡ് വളരെ കുറച്ച് സ്ഥലങ്ങളെ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഊട്ടി ഈസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് നൗ, വെരി ബ്യൂട്ടിഫുൾ. മേഘങ്ങളൊക്കെ ഇറങ്ങി. ഇന്ന് രാവിലെ ഒരു സൺറൈസ് കണ്ടു. ഒരു 5:10 തൊട്ട് നമ്മളിങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. രാവിലെ അരുണോദയം ഉണ്ടായിരുന്നു, സൺറൈസ് മാത്രം വരുന്നത്. ഇറ്റ് വാസ് വെരി പിക്ചറസ്ക്. നല്ലൊരു എന്താ പറയുക, പടം വരച്ച് വെച്ചതുപോലെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ 6:10 ഒക്കെ ആയി സൂര്യൻ വരാനായിട്ട്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഹിയർ ഐ എം. സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി സൺബാത്തൊക്കെ എടുത്ത് എൻജോയ് മൈ സ്റ്റേ ഹിയർ ആൻഡ് ദ ക്ലൈമറ്റ് ഓഫ് ഊട്ടി. വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് സോ വെൽക്കം. ഇതൊരു വളരെ ഷോർട്ട് വ്ളോഗാണ്. ലെറ്റ്സ് ഗോ ടു അവർ വ്ളോഗ്. നമ്മുടെ ലൈഫിലെ ബിസി ഷെഡ്യൂളിൽ നിന്ന് 2-3 ദിവസം ലീവ് എടുത്ത് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ഊട്ടി. കുറച്ച് മണിക്കൂറുകളുടെ യാത്ര നിങ്ങൾക്ക് എൻഡ്യോർ ചെയ്യാൻ പറ്റുമെങ്കിൽ മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, നാടുകാണി, ഗൂഡല്ലൂർ വഴി നിങ്ങൾക്ക് ഊട്ടിയിലേക്ക് കയറാം. ഈ പോയിന്റിൽ ഒരു കിടിലം ട്രാൻസിഷൻ എഫക്റ്റ്. എങ്ങനെയുണ്ട്? അതെ. അപ്പം കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. സോ ഊട്ടിയുടെ മനോഹാരിതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തണുത്ത അന്തരീക്ഷമാണ്, നിറച്ച് പൂക്കളുണ്ട്. ഇതാണ് ഊട്ടിപ്പൂവ്. പണ്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നു, പക്ഷേ ഇപ്പം റോഡ് സൈഡിലൊക്കെ നിറച്ചുണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നടാനായിട്ട് അതെല്ലാം പറിച്ചു. എല്ലാം ഇല്ല, 2 മൂട് പറിച്ചു. ആൻഡ് വി ആർ സിമ്പിൾ പീപ്പിൾ. റോഡ് സൈഡിൽ ചെറി ബ്ലോസം ട്രീ കാണുന്നു, നമ്മൾ പറയുന്ന ഫോട്ടോസ് എടുക്കുന്നു. ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ ഒരു ട്രാൻസിഷൻ എഫക്റ്റും കൂടെ ഞാൻ കുത്തി കെട്ടിക്കോട്ടെ. അതിൻ്റെ നമ്മൾ നേരെ പോയത് ദൊഡ്ഡപേട്ട പീക്കിലേക്കാണ്. നോക്ക് മക്കളെ, നോക്ക്. എന്തൊരു ഐശ്വര്യം, എന്താ നിഷ്കളങ്കതയാണ് ആ മുഖത്ത്. 2 മിനിറ്റേ നിൽക്കാൻ സമ്മതിച്ചുള്ളൂ. എന്നിട്ട് താഴെ ഇറക്കിച്ച് ഞാൻ കയറി നിന്നു. അങ്ങനെ നമ്മൾ കയറി നിന്ന് നേരെ വന്നത് ഇതാണ് ദൊഡ്ഡപേട്ട പീക്ക്. ദൊഡ്ഡപേട്ട പീക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ വൺ ഓഫ് ദ ഹയസ്റ്റ് പീക്സിലൊന്നാണ് ദൊഡ്ഡപേട്ട പീക്ക്. ഒരു 50 രൂപ കൊടുത്ത് കയറിയാൽ ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂർ നിൽക്കാനുള്ള വക ഇതിൻ്റെ അകത്തുള്ളു നമുക്ക് കാണാനായിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മുകളിലായതുകൊണ്ട് മേഘമെല്ലാം താഴേക്ക് ഇറങ്ങി കടക്കുവാണ്. നമ്മളിവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ, ഇനി വരും കേട്ടോ, ഞാൻ ആ പോർഷൻ കാണിക്കും. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ചെറിയ സ്ട്രീം ഓപ്പോസിറ്റുള്ള മലയിൽ നിന്ന് താഴേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതേ കണ്ടില്ലേ, ആരോ ബ്രില്യൻസ്. അതാണ് എൻ്റെ എഡിറ്റിംഗ് ബ്രില്യൻസ്. ഈ സ്ക്രീനെല്ലാം ഇടയ്ക്ക് കിടന്ന് ഞെട്ടുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോ സ്റ്റഡി ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ്. ഇതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഊട്ടിയിൽ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പൈക്കര വാട്ടർഫാൾസ് ഉണ്ട്, ഊട്ടി ലേക്ക്, മുതുമല വൈൽഡ് ലൈഫ് സാങ്ച്വറി, റോസ് ഗാർഡൻസ്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിവിടെ എല്ലാം പോയി എന്ന്. ഇല്ല, നമ്മളങ്ങനെയൊന്നും പോയിട്ടില്ല. നമ്മൾ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2:30 ആയി. നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോയി. ആൻഡ് ഈ റോഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഊട്ടിയിൽ നമ്മൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഇന്ന ഡെസ്റ്റിനേഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. റോഡ് ട്രിപ്പ് തന്നെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ ദേ ഇരിക്കുന്ന കുരങ്ങൻ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് ഇത് വൈകുന്നേരം നമ്മൾ ചായ കുടിച്ചതാണ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉൾവശം. ട്രയാങ്കിൾ രൂപത്തിൽ, അതായത് ഒരു ഹട്ടിൻ്റെ രൂപത്തിലാണ് റൂം ഇരുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അവനുണ്ട്. ഇത്രയും തണുപ്പത്ത് ദേ കിടക്കുന്നു ഇവനുണ്ട്. അതുപോലെ തന്നെ അതെൻ്റെ ചേട്ടനാണ്. ഇത്രയും തണുപ്പത്ത് ഫ്രിഡ്ജുണ്ട്, റൂം ഹീറ്ററുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് സൂര്യോദയവും പിന്നെ മറ്റേ വായി നോക്കാനാണെങ്കിൽ വായി നോക്കാൻ അതിനുവേണ്ടി ബാൽക്കണി ഉണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ റിസർവ് ഫോറസ്റ്റാണ്. റിസർവ് ഫോറസ്റ്റിൽ നിന്ന് ഒത്തിരി കുരങ്ങന്മാർ വന്നു. ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് ഒക്കെ അവരെടുത്തിട്ട് പോയി. എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഫുഡൊന്നും കാണത്തില്ല. ബ്രെഡ് പാക്കറ്റ്, ഷുഗർ ഒന്നും പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല. എന്ത് വെച്ചാലും അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ രാത്രി ആന വരും, പുലി വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ പേടിയുണ്ടെങ്കിലും വന്നാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കടന്നുറങ്ങി. പക്ഷെ ആരും വന്നില്ല.
എന്നിട്ട് പിന്നെ നമ്മൾ ഒരിടത്ത് പോയില്ല. നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ദിസ് ഇസ് 5 o'clock, 5 മണിക്ക് എണീറ്റ് അത് നമ്മൾ ഉറങ്ങിയത് മാത്രമല്ല ഇടയ്ക്ക് കാർഡ്സ് കളിച്ച്. എന്നിട്ട് ഇതാണ് നമ്മൾ സൂര്യോദയം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതുവരെയും സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇപ്പം വരും. ഇതിപ്പോൾ ഒരു ഓറഞ്ച് കളർ പൊട്ട് പൊങ്ങി വരും. വന്ന് ഇത് നമ്മൾ ടൈം ലാപ്സിലെടുത്താണ്. ഏതാണ്ട് 1 hour ഉണ്ട്. ഒരു 6-6:30 വരെ നമ്മളിരുന്ന് സൂര്യോദയം കണ്ടുകൊണ്ടിരുന്നു. പിന്നെ റെഡിയായി. ഇത് ഞാനൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഉണ്ടാക്കിയതാണ്, വേണ്ടായിരുന്നു. എന്നിട്ട് അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഇറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് എങ്ങോട്ടാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ നേരെ പോയത് ഊട്ടിയിലെ പച്ചക്കറി തോട്ടങ്ങളിലേക്കാണ്. ഊട്ടിയിലെ പച്ചക്കറി തോട്ടങ്ങളെക്കുറിച്ച് സുജിത് ഭക്തൻ്റെ ഒരു കിഡിലം വ്ളോഗുണ്ട്. ഞാൻ പറയുന്നത് ഇത് കണ്ട് തീർത്തിട്ട് നേരെ അത് പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഡെയ്സിയെ കണ്ടു. ഡെയ്സി ഷീസ് എ ഗ്രേറ്റ് ഡെയിൻ, പ്രഗ്നൻ്റ് ആണ്, ഭയങ്കര ക്യൂട്ട് പട്ടിക്കുട്ടിയാണ്. നമ്മൾ നിർത്തി. അങ്ങനെ നമ്മൾ പട്ടിക്കുട്ടികളെ കണ്ടാൽ നമ്മൾ നിർത്തും, വി പെറ്റ്, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. പെറ്റെന്ന് വെച്ചാൽ മറ്റേ പെറ്റ്. ഡെയ്സിയോട് ബൈ പറഞ്ഞ് ഊട്ടിപ്പട്ടണം പാട്ടും പാടി നമ്മൾ കൂകൽത്തുറൈ എന്നൊരു ഫാം വില്ലേജിലേക്കാണ് പോയത്. ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് അടുത്ത മലയിലുള്ള കമ്മ്യൂണിറ്റിയെ കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ നിൽക്കുന്ന മലയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അടുത്ത മലയിൽ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി കാണാനായിട്ട് പറ്റും. ഇപ്പം ഇത് കാണുന്നത് പോലെ. ഇത് കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് കിലുക്കം മൂവിയില്ലേ, കിലുക്കം മൂവി അല്ലെങ്കിൽ ഈ ഒരു 80s 90s മലയാള സിനിമയിൽ സ്ഥിരം ഒരു ട്രോപ്പ് ഉണ്ടായിരുന്നല്ലോ. പട്ടണത്തിൽ പഠിച്ച് വന്ന നായകൻ, അവനെ പ്രേമിക്കുന്ന പാൽക്കാരിയായ നായിക, പക്ഷേ പാൽക്കാരിയായ നായികയെ പ്രേമിക്കുന്ന അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും ഗുണ്ടയായ മാമനോ, സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ അവസാനം നായകനും വില്ലനും കൂടെ അടിയുണ്ടാക്കി നായകൻ ജയിച്ച് നായികയെ കൊണ്ടുപോകുന്നു. അങ്ങനത്തെ ആ ഒരു മലയാള സിനിമാ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചിന്തിച്ച് പറഞ്ഞ് നമ്മൾ ഫാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ക്യാരറ്റാണ്. അപ്പുറത്ത് ഉള്ളി ഇപ്പം വിളവെടുത്തതേ ഉള്ളൂ. ക്യാരറ്റ് ആയിട്ടില്ല, അത് മെച്യൂർ ആയിട്ടില്ല. ഇതിൻ്റെ മുകളിലുള്ള ഫാമിൽ ലെറ്റ്യൂസ് ഉണ്ട്. ഇത് ലെറ്റ്യൂസ് ആണോ ക്യാബേജ് ആണോ എന്ത് തരം ഇലവർഗമാണ് കമൻറ്റ് ചെയ്യുക. അവിടെ നിന്നിറങ്ങി വഴിയരികിൽ കണ്ട സ്പ്രിംഗ് ഓണിയനും പറിച്ചുകൊണ്ട് അടുത്ത ഫാമിലേക്ക് പോയി. ഇതാണ് രാമൻ ചേട്ടൻ്റെ തോട്ടം. ഇതാണ് രാമൻ ചേട്ടൻ്റെ വൈഫ്. ചേച്ചി നമുക്ക് കുറേ ചവച്ചവ് പറിച്ചു തന്നു. മെയിൻലി ബിക്കോസ് എന്നെയും ചേച്ചിയും കാണാൻ അവരുടെ 2 മക്കളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. 2 പേരും ഇവിടെ ഇല്ല, ഇന്ത്യയിൽ എവിടേക്കോ പരന്ന് കിടന്ന് എന്നെപ്പോലെ PhD ചെയ്യുവാണ്. ഈ ചേച്ചി പറിച്ചു തന്ന് കഴിച്ചപ്പോഴാണ് ഫ്രഷ് ആയിട്ടുള്ള ചവച്ചവന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കുറേ ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റായിരുന്നു. മീൻ പൊരിക്കുന്ന പോലെ വെറുതെ പൊരിച്ചും കഴിക്കാം. അതുമാത്രമല്ല അവിടെ നിന്ന് ക്യാരറ്റ്, ബീട്രൂട്ട് അതൊക്കെ നമ്മളെടുത്തു. പോകുന്ന വഴിക്ക് ഒരു കേരള ബേക്കറി കണ്ടു. ഊട്ടിയിൽ അങ്ങനെ ഒരു കേരളം ഉണ്ടെങ്കിൽ പോയി കണ്ടിട്ട് തന്നെ കാര്യം. അങ്ങനെ നമ്മൾ കേരള ബേക്കറിയിൽ ഇറങ്ങി. ഒരു മലയാളി സൈനു നടത്തുന്ന ബേക്കറിയാണിത്. അവിടെ നമ്മൾ ചായ കടികളൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഊട്ടിയിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ, കൂക്കൽത്തുറയിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഡു ഗോ ടു കേരള ബേക്കറി. നമ്മൾ ഇറങ്ങി നേരെ പോയത് പാർവതി അക്കാൻ്റെ ഫാമിലേക്കാണ്. അവിടെ പൊട്ടറ്റോ ഉണ്ട്. പൊട്ടറ്റോ ഓൾറെഡി വിളവെടുപ്പ് കഴിഞ്ഞു. പൊട്ടറ്റോ, വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. ഷീ വാസ് വെരി ഫ്രണ്ട്ലി. കൂക്കൽത്തുറയിൽ പോയിട്ട് രാമൻ ചേട്ടൻ്റെ പാടത്തുനിന്ന് നമുക്ക് എന്താണ് സംഭവത്തിൻ്റെ പേരെന്താണ്, ചൗച്ചോ കിട്ടി. ആൻഡ് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പാർവതി അക്കയുടെ പാടത്ത് നിന്ന് വെള്ളപ്പൂണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി. പക്ഷേ ഇത് ആയിട്ടില്ല, ഇനിയും 1 month കൂടി എടുക്കും. പക്ഷേ ജസ്റ്റ് ഫോർ ദ എക്സ്പീരിയൻസ് അക്ക സമ്മതിച്ചു. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഹാർവെസ്റ്റ് ചെയ്തു. ആൻഡ് അതുമാത്രമല്ല അവരുടെ പാടത്ത് പൊട്ടറ്റോ ഉണ്ട്. ഇത് മൊത്തം പൊട്ടറ്റോ പാടമാണ്. ആയിട്ടില്ല. ഇതും ഇനി ഒരു എത്ര മാസം എടുക്കും? 2 മാസം. ഓക്കെ, ഒരു 1.5 മാസം 2 മാസം. திருப்பி மறுபடி கிழங்கு போட்டேன். இருந்துச்சு நேத்தா எடுத்து போயிட்டோம். நான் 2 വെച്ചിട്ടേ சும்மா. അതായത് അക്ക പറയുന്നത് ഓൾറെഡി ഇവിടെ ഹാർവെസ്റ്റ് കഴിഞ്ഞു. ഒരു ഫസ്റ്റ് ഹാർവെസ്റ്റ് കഴിഞ്ഞു. ഇത് സെക്കൻഡ് ഹാർവെസ്റ്റ് ആകാറായിട്ടില്ല. ആകും ഒക്കെ പറഞ്ഞത് 1 മാസം കഴിഞ്ഞ്, ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞിട്ട്
പൂജ ഹോളിഡേയ്സിന് ഇങ്ങോട്ട് വന്നാൽ ഇത് ഫുൾ ഹാർവെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഫുൾ വി ക്യാൻ എക്സ്പീരിയൻസ് ഓൾ ദാറ്റ്, പക്ഷേ ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ. അവിടെ നമ്മൾ പോയത് ദ ഫേമസ് ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. എനിക്ക് ഈ ചോക്ലേറ്റ് ഫാക്ടറി എന്നൊക്കെ പറയുമ്പം തന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫിലിം ഓർമ്മ വരും, ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. പണ്ട് ഞാൻ എപ്പോഴും കുത്തിയിരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞാൽ പോയേ പറ്റും. നമ്മൾ പോയി അവിടെ ലൈവായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരും. ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ബ്രൗൺ ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന എല്ലാ മെഷീൻസും നമ്മുടെ മുന്നിൽ തന്നെ അവരിങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കോഞ്ചിങ് മെഷീൻ, പിന്നെ ഹോൾഡിങ് മെഷീൻ, ടെമ്പറിങ് മെഷീൻ എന്ന് പറഞ്ഞ് കുറേ മെഷീൻസ് അവിടെ ഉണ്ട്. എല്ലാത്തിൽ കൂടെയും ചോക്ലേറ്റ് ഇങ്ങനെ പോകുന്ന രീതി നമുക്ക് പറഞ്ഞു തരും. അത് മനസ്സിലായില്ലെങ്കിൽ മുകളിൽ അവർ TV വെച്ചിട്ട് എല്ലാം കാണിച്ചു തരും. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കുറേ ചോക്ലേറ്റ് മോൾഡ് എന്ന് പറഞ്ഞാൽ അപ്പം ജസ്റ്റ് നൗ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് മോൾഡ്സ് ഉണ്ട്. ഇതിനെ ഡ്രൈ ചെയ്ത് കവറിലാക്കി നമുക്ക് തരും. ഒരു ചോക്ലേറ്റ് ബാറിന് 30 റുപ്പീസാണ്. ഞാൻ 3 ചോക്ലേറ്റ് ബാറും മേടിച്ചു. ആൻഡ് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഭൂലോക ടേസ്റ്റൊന്നുമല്ല, പക്ഷേ ഇറ്റ് ഈസ് ടേസ്റ്റി. അങ്ങനെ ചോക്ലേറ്റും കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ടീ ഫാക്ടറിയിലേക്കാണ്. നമുക്ക് ലൈവായിട്ട് എങ്ങനെയാണ് തേയില ഇല ഉണക്കുന്നത്, എങ്ങനെയാണ് പൊടിക്കുന്നത്, എല്ലാം നമുക്ക് കാണിച്ചു തരും. അതുമാത്രമല്ല ഈ ഫാക്ടറിയുടെ ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് എൻ്റയർ ഊട്ടി കാണാൻ പറ്റും. ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇതിനെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. ദിസ് ഇസ് പൂജ. പൂജ വളരെ അൺഇൻഹിബിറ്റഡ് ആയിട്ട് വർത്താനം പറയുന്ന ഒരാളാണ്. എൻ്റെ കഴുത്തിലൊരു ഷോൾ ഉണ്ടായിരുന്നു, ഒരു ക്രോഷേ ഷോള്. അത് കണ്ടപ്പോൾ തന്നെ പൂജ അതങ്ങ് പിടിച്ചു നോക്കി. ബിക്കോസ് പൂജയും ക്രോഷേ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദം അവിടെ തുടങ്ങുകയായി. പൂജ മാത്രമല്ല, എൻ്റെ തൊട്ടടുത്ത് വിക്ടർ നിൽപ്പുണ്ട്. വിക്ടർ വളരെ കാര്യമായിട്ട് നമുക്ക് തേയില ഉണ്ടാക്കുന്ന എല്ലാ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എന്ത് കൈൻഡ് ഓഫ് ഇലകളാണ് പറിക്കുന്നത്, അതെങ്ങനെയാണ് ഉണക്കുന്നത്, പൊടിക്കുന്നത്, എത്ര തവണ ഡ്രൈ ചെയ്യും, അതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്, വൈ ബെഞ്ച് മാർക്ക് ഈസ് യുണീക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ വിക്ടറും പൂജയും പറഞ്ഞു തന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും മുകളിൽ കയറി 5-6 ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഞാനും ചേച്ചിയും കൂടെ, ചേട്ടൻ ആ സമയത്ത് വേറെ എവിടെ പോയിരുന്നു, അമ്മയുടെ കൂടെ എങ്ങാണ്ട് നിൽക്കുമായിരുന്നു, ഞാനും ചേച്ചിയും കൂടെ കോംപ്ലിമെൻ്ററി ടീ ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോയി. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ വി നീഡ് ഇസ് എ ടിക്കറ്റ്. ഒരു കൂപ്പൺ അവിടെ നിന്ന് എടുത്താൽ മാത്രം മതി. നമ്മൾ 4 ഗ്ലാസ് ചായ മേടിച്ചു. മിൻറ്റ് ടീ ഉണ്ടായിരുന്നു, ലെമൺ ടീ ഉണ്ടായിരുന്നു, മസാല ചായ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചായ കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് നമ്മൾ നേരെ പോയത് ടീ സ്റ്റോൾസിലേക്കാണ്. പലതരം ടീ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ലാത്തത്. ഓർത്തഡോക്സ് ടീ, ഓർത്തഡോക്സുകാർക്ക് മാത്രം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓർത്തഡോക്സ് ടീ. ഇവിടുത്തെ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത ടീ ലെമൺ ടീ ആണ്, റെഡിമെയ്ഡ് ലെമൺ ടീ. അത് ഏതാണ്ട് 15 ഡേയ്സിൽ ഞാനും അമ്മയും തീർത്തു. അങ്ങനെ പയ്യെ അവിടെ നിന്ന് അതിൻ്റെ പുറത്ത് തന്നെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പയ്യെ ഊട്ടി ഇറങ്ങി. പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഫ്രഷ് വെജിറ്റബിൾസ് വിൽക്കാനായിട്ടുണ്ടായിരുന്നു. വലിയ പൈസയില്ല, 30 രൂപയ്ക്ക് ഒരു വലിയ ക്യാരറ്റിൻ്റെ ഒരു കെട്ട്, പിന്നെ ബീട്രൂട്ട്, പിന്നെ കുറച്ച് ലീഫി വെജിറ്റബിൾസ് എല്ലാം മേടിച്ച് ബേബി ക്യാരറ്റ്സ് അപ്പം തന്നെ നമ്മളിരുന്ന് കഴിച്ചു. എല്ലാം കഴിച്ചിട്ട് നമ്മൾ പോയത് കുറച്ച് ചെടികൾ മേടിക്കാനാണ്. ഐശ്വര്യ ഗാർഡൻസ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യമാണ്, എന്നെ കൊണ്ട് വയ്യ. എന്നിട്ട് ഇവിടെ മൊത്തം സക്കുലൻസ് ആണ്. ഒരു 90% സക്കുലൻറ്റ് പ്ലാന്റ്സ് ആണ് ഈ ഗാർഡനിലുള്ളത്. 5 നിലകളിലായിട്ടാണ്. ദിസ് ഈസ് ആക്ച്വലി ഒരു ചെറിയ ഇടനാഴിയിൽ കൂടെയാണ് നമ്മൾ വരുന്നതെങ്കിലും ഒരു വലിയ പ്ലാന്റ് ഗാർഡനാണ്. 5 നിലയാണ് ഉള്ളത്. പല ഷേപ്പിൽ, പല വെറൈറ്റീസിൽ. ഒരു സക്കുലൻറ്റിനൊക്കെ അറൗണ്ട് 80 റുപ്പീസൊക്കെ ഉള്ളൂ. നല്ല ലാഭമാണ്. നിങ്ങൾ ഊട്ടിയിലേക്ക് വരുവാണെങ്കിൽ നെവർ മിസ് ദിസ് പ്ലേസ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ചെടികളും മേടിച്ച് ഊട്ടി പട്ടണത്തിനോട് പയ്യെ പെട്ടെന്ന് ടാറ്റ പറഞ്ഞ സങ്കടം വരും. പയ്യെ ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് കാട്ടുപോത്ത്, കുതിര എല്ലാം കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. കോട ഇറങ്ങി താഴെ വന്ന് കിടക്കുകയായിരുന്നു. ഇനിയും വരും ഊട്ടി. ഞാൻ പറഞ്ഞ പോലെ പണ്ടും കണ്ടാണ് വന്നത്, പക്ഷേ ഊട്ടി എന്നെ വീണ്ടും മാടി വിളിക്കുന്നു. ഇനിയും ഞാൻ ഊട്ടിയിലേക്ക് പോകും. ഇനിയും വ്ലോഗ് ചെയ്യും. ആൻഡ് ഇഫ് യു ലൈക്ഡ് ദിസ് വ്ലോഗ്, ഡു സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ആൻഡ് വീണ്ടും വരിക, കാണുക. ഇതിനേക്കാളും നല്ല ഊട്ടി വ്ലോഗ് വേറെയും കിട്ടും, അതും കാണുക. ബട്ട് ദിസ് ഇസ് വർത്ത് ഇറ്റ്. ബൈ.